ചില സഭകൾ, ഈ സഭകളൊന്നും നോക്കണ്ട, ഈ ആത്മീയ ലെവലിലെ ഒരു ഉയർന്ന തലത്തിലെത്തുമ്പോൾ മുസ്ലിംസ് ലെവലിലും ആ ശവകുടീരത്തില് ശവങ്ങൾ അഴുകാറില്ല. കാരണം അവർ ആ സൃഷ്ടാവാൻ ദൈവമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ വന്ന് ആ ഒരു മോക്ഷപ്രാപ്തിയിലേക്ക് എത്തുന്ന ആൾക്കാരുടെ ബോഡി പുഴുവരിക്കില്ല, അഴുകാൻ ആ പ്രകൃതി സമ്മതിക്കൂല എന്നൊരു വ്യവസ്ഥയുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരുടെ ബോഡി അഴുകാതെ അവിടെ തന്നെ ഇരിക്കും. പക്ഷെ ആത്മാവ് ഒരിക്കലും തിരിച്ചു കയറാനോ മറ്റു വ്യക്തിയിൽ കയറി ആഗ്രഹം തീർക്കാനോ യാതൊരു പ്ലാനും കാണില്ല. കാരണം എനിക്ക് ദൈവത്തിലോട്ട് എത്തണം, ആ സ്വർഗമെന്ന ഡയമെൻഷനിലോട്ട് പോകണം എന്ന് അതിയായി ആഗ്രഹിച്ചവർ ആഗ്രഹമൊക്കെ കളഞ്ഞ് ഇത് ഉപേക്ഷിച്ച്, ഈ ശരീരം ഉപേക്ഷിച്ച് പോകുന്നതായതുകൊണ്ട് അവർ അലിഞ്ഞു തിരിയില്ല, അതിന്റെ ആവശ്യം അവർക്ക് വരുന്നില്ല. കാരണം അവർക്ക് താല്പര്യമില്ല. പിന്നെ ഒരാൾ ചോദിച്ചത്, ഒരാളെ പുലി കടിച്ചു കൊന്ന് ആഹാരം കഴിച്ചെന്ന് വെച്ചോ, അവന്റെ ശരീരമൊക്കെ പുലി കഴിച്ചു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ആത്മാവ് പുലിയെ കൂടെ കൂടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കൂടാൻ സാധ്യത ഉണ്ട്. പക്ഷേ ഈ പുലിയിൽ നിന്നും കൊണ്ട് ഈ ആത്മാവിന് എന്ത് ആഗ്രഹം തീർക്കാൻ? അതുകൊണ്ട് ആ പുലിയിലെ പുറകെ പോകില്ല. പക്ഷെ അതിനുള്ള വഴിയുണ്ട്. വേണമെങ്കിൽ പുലിയിലൂടെ വേറെ ആരെങ്കിലും ആക്രമിച്ച് വൈരാഗ്യം തീർക്കാം, അതിനുള്ള സാധ്യത ഉണ്ടെങ്കിൽ. പക്ഷെ ഈ ആത്മാവ് എത്രയും പെട്ടെന്ന് മറ്റു വ്യക്തികൾ, ഏതെങ്കിലും വ്യക്തികളിലേക്ക് വലിഞ്ഞു കയറി തന്റെ ആഗ്രഹം തീർക്കാനേ നോക്കുള്ളൂ. സ്വന്തം കൊച്ചുങ്ങളെ അല്ല മക്കളെയൊക്കെ എടുത്ത് താലോലിക്കാനുള്ള ആഗ്രഹം കാണും, അവർക്ക് ചിലപ്പോൾ സാമ്പത്തികം ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ള ആഗ്രഹം, ഇങ്ങനെ പല രീതിയിലുള്ള ആഗ്രഹങ്ങൾ കാണും. ശത്രുക്കളുണ്ടെങ്കിൽ അവരെയൊക്കെ ദ്രോഹിക്കണമെന്ന്, നശിപ്പിക്കണമെന്നുള്ള ആഗ്രഹങ്ങൾ കാണും. അപ്പൊ ഇതിനൊക്കെ ആയിരിക്കും മുൻതൂക്കം കൊടുക്കുന്നത്. ഈ പുലി നാട്ടിൽ പ്രദേശത്ത് കറങ്ങുകയും അല്ലെങ്കിൽ തന്റെ കുടുംബക്കാരെ കൂട്ടത്തിൽ കറങ്ങി നടക്കുന്ന പുലിയൊക്കെ ആണെങ്കിൽ ഈ പുലിയിൽ ചിലപ്പോൾ കയറി ആഗ്രഹങ്ങൾ തീർക്കാനായിട്ട് ശ്രമിച്ചെന്നിരിക്കും. പക്ഷെ അതിനുള്ള സാധ്യത നോക്കണം, ഉണ്ടെങ്കിലേ ഉള്ളൂ. ഇപ്പൊ ഈ അടുത്ത കാലത്ത് തന്നെ ഒരു സിനിമ ഇറങ്ങിയല്ലോ, ഈച്ച എന്ന് പറയുന്ന സിനിമ, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആ ഈച്ചയിലൂടെയാണ് തന്റെ കാമുകിക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം സാധിക്കാനായിട്ട് വന്നത്. ഇത് നമ്മൾ വെറുതെ തമാശയായിട്ട് കളയണമെങ്കിലും അതിന്റെ പിന്നിൽ ആർക്കോ കിട്ടിയ ഒരു വെളിപ്പാടിന്റെ അല്ലെങ്കിൽ പ്രകൃതിയുടെ വ്യവസ്ഥ പ്രകാരം കിട്ടിയ ഒരു ദർശനത്തിന്റെ പിന്നിലാണ് ഈ കഥ വന്നേക്കുന്നത്. മൃഗങ്ങളിലൊക്കെ കയറാം, ആത്മാവിന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. എന്തിനു വേണോ കയറി തന്റെ ആഗ്രഹങ്ങളും ഒക്കെ തീർക്കാൻ വേണ്ടി ഇങ്ങനെ പല ശ്രമങ്ങളും ഈ ആത്മാവ് ചെയ്യും. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് ശക്തികൾ, നമ്മളെ സുപ്പീരിയർ ആയിട്ട് നിൽക്കുന്ന മറ്റ് ഡയമെൻഷനിലെ അദൃശ്യ ശക്തികൾ നമ്മളെ വിളിച്ചുകൊണ്ടുപോയി അടുത്ത പ്രോസസ് ചെയ്യണം. ഇല്ലെങ്കിൽ ഇവിടെ അഴിഞ്ഞിരി നടക്കും. അപ്പൊ കാണിക്കുന്ന വിക്രിയകളാണ് ഈ പല പരിപാടികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു ചോദ്യം വന്നത്, ജീവിക്കുന്ന വ്യക്തികളിൽ നിന്നും അവയവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്താൽ രണ്ടു കൂട്ടരും ജീവിക്കുന്നുണ്ടല്ലോ, അപ്പൊ എങ്ങനെയാണ് ഈ ആത്മാവിന്റെ അല്ലെങ്കിൽ എന്താണ് അവിടെ നടക്കുന്ന സംഭവം? അവിടെ പ്രത്യേകിച്ച് നടക്കുന്നില്ല. ജീവിക്കുന്ന വ്യക്തികളിലൂടെ ഷെയർ ചെയ്യുമ്പോൾ ആ വ്യക്തിയിലേക്ക് വരുന്ന നെഗറ്റീവായാലും പോസിറ്റീവായാലും ഒരു അല്പ അളവിൽ മറ്റേ വ്യക്തിയിലേക്ക് തന്നെ ഷെയർ ആവും. സ്വീകരിച്ച വ്യക്തി എനിക്ക് ആത്മീയ ലെവലിലേക്ക്, ഒരു പൂർണ്ണ ആത്മീയ ലെവലിലേക്ക് പോകണം, പൂർണ്ണ മോക്ഷത്തിലേക്ക് പോകണം എന്നൊക്കെ ചിന്തിച്ച് ശ്രമിച്ചാൽ ഒരിക്കലും അത് സാധിക്കില്ല. കാരണം നെഗറ്റീവായി നിൽക്കുന്ന മറ്റേ വ്യക്തിയുടെ ഒരു അംശം, അവയവത്തിന്റെ ഒരു അംശം നമ്മളിൽ ഉള്ള കാലത്തോളം ഈ ഒരു ലിങ്ക്, ഈ ഒരു പാലം അവിടെ നിന്ന് ഇങ്ങോട്ട് ഉണ്ട്. മനസ്സിലാക്കണം. ചെറിയ അംശത്തിലേ അത് ഉള്ളൂ, ചെറിയ രീതിയിലേ അത് ഉള്ളൂ. എങ്കിലും ഒരു വഴിയുണ്ട്. നമ്മൾ എത്ര പോസിറ്റീവായി ശ്രമിച്ചാലും നമുക്ക് അവയവം തന്ന വ്യക്തി അവിടെ നെഗറ്റീവ് ആയിക്കൊണ്ടിരുന്നാൽ അവിടെ നിന്നുള്ള അല്പ നെഗറ്റിവിറ്റി, അവകാശം എന്ന രീതിയിൽ അവിടെ നിന്നുള്ള നെഗറ്റീവ് ശക്തികൾ നമ്മളെയും പിന്തുടർന്നുകൊണ്ടിരിക്കും. ഇതാണ് അവിടെയുള്ള ഒരു കുഴപ്പം. അപ്പൊ അതുകൊണ്ട് പൂർണ്ണമോക്ഷം കിട്ടൂല. അങ്ങനെ അവയൊക്കെ സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് അടുത്ത ജന്മങ്ങളിലൂടെ മാത്രമേ ഈ മോക്ഷം, ആ പൂർണ്ണമായുള്ള മോക്ഷത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഭൂമിയിൽ ചിലപ്പോൾ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി പോകും, തന്റെ കുടുംബമൊക്കെ പ്രശ്നം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമായിരിക്കും. പക്ഷെ ആ ആത്മതലത്തിൽ നോക്കുമ്പോൾ ഒരു പൂർണ്ണത അവിടെ ലഭിക്കില്ല. പിന്നെ ഒരാൾ ചോദിച്ചത്, ആ വ്യക്തിയുടെ ഭാര്യ ഒരു അവയവം ദാനമായി വാങ്ങിച്ചു, പക്ഷെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ മരണപ്പെട്ടു പോയി. അപ്പൊ അങ്ങനെ വരുമ്പോ മറ്റേ കൊടുത്ത വ്യക്തികൾ സൽക്കർമ്മം ചെയ്തതിന്റെ ആ ഒരു ഇത് അവിടെ ഉണ്ടാവില്ലേ? അതുണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ വിധ കാര്യങ്ങളെല്ലാം ചെയ്യണം. ഇപ്പൊ തന്നെ ഈ ശബരിമലയിൽ പോകുന്നത്, അവിടെ കിടന്ന വിഗ്രഹമെല്ലാം, വിഗ്രഹത്തിന്റെ എനിക്ക് അറിഞ്ഞൂടാ, അവിടുത്തെ പാളി മോഷണം, സ്വർണം മോഷണം, പണം മോഷണം എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നു. ഒരു കൂട്ടർ അതിനുവേണ്ടി സമരം ചെയ്യുന്നു, കേസ് നടത്തുന്നു, മറ്റു കൂട്ടർ അതിനെതിരായിട്ട് വാദിക്കുന്നു. അങ്ങനെ ആകെ വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഇതേപോലെ തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അവയവദാനം ആൾക്കാർ സ്വീകരിക്കുന്നു, കൊടുക്കുന്നു, വാങ്ങിക്കുന്നു. ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളേ അല്ല. ഇതൊക്കെ ആത്മീയ വളർച്ച വരാത്തതിന് മുന്നോടിയുള്ള, ഇപ്പം അയ്യപ്പത്തന്നെ പറഞ്ഞ എന്താണ്, തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുന്നത് നമ്മളിൽ തന്നെയാണ് എല്ലാം. പിന്നെന്തിനാണ് അവിടെ കിടന്ന് അടിയിൽ ഓടാൻ പോണത്? പിന്നെന്തിനാണ് അവിടെ കൊണ്ട് പണം ഇടാൻ പോണത്? അപ്പൊ ഇതൊക്കെ വളർച്ച വരാത്ത വ്യക്തികളുടെ വിഷയങ്ങളാണ്. വളർച്ച വരാത്ത ഒരു കൂട്ടർ ഇങ്ങനെ ചെയ്യുമ്പോൾ വളർച്ച വരാത്ത മറ്റു കൂട്ടർ വെട്ടിക്കുന്നു, തട്ടിക്കുന്നു, അവരങ്ങനെ ചെയ്യുന്നു. അപ്പൊ വളർച്ചയില്ലാത്ത രണ്ട് കുട്ടികൾ തമ്മിലുള്ള അടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഈ അവയവദാനവും സ്വീകരിക്കുന്നതെല്ലാം
ആത്മീയ വളർച്ച വരാത്തവർ തമ്മിലുള്ള വിഷയങ്ങളാണ്. ആത്മീയ വളർച്ച വന്ന ഒരു വ്യക്തി അവയവം ദാനമായി വാങ്ങിക്കുകയില്ല, അവയവം ദാനമായി കൊടുക്കുകയില്ല. കാരണം രണ്ട് ചെയ്താലും ആ പൂർണ്ണ മോക്ഷത്തിലോട്ടുള്ള വഴി അടഞ്ഞു പോകുന്നു എന്ന് ആത്മീയ വളർച്ച വരുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാവും. ഇനി അഥവാ നമ്മൾ മരണപ്പെട്ടു, നമ്മുടെ കുടുംബാംഗങ്ങള് പണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി എടുത്തിട്ട് ചെയ്താൽ പോലും നമ്മുടെ മനസ്സ് ശരിക്കും പറഞ്ഞാൽ അതിനെതിരെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ആ പ്രശ്നങ്ങൾ വരൂല. നമ്മുടെ ആത്മാവ് ഇതിന് തയ്യാറല്ലായിരുന്നല്ലോ. നമ്മളെ ആത്മാവ് നമ്മളെ മനസ്സ് തയ്യാറല്ലാത്തത് കൊണ്ട് മറ്റൊരു ശക്തികൾ നമുക്ക് ആ മോക്ഷം തന്നിരിക്കും. ഈ മരിച്ച വ്യക്തിയുടെ അവയവങ്ങൾ എടുത്ത് ഇങ്ങനെ കച്ചവടം ചെയ്യുകയും ദാനം ചെയ്യുകയും ചെയ്തവർക്ക് അതിനുള്ള കർമ്മഫലം അനുഭവിക്കേണ്ടതായിട്ട് വരും. അവരുടെ ഭാഗത്താണ് തെറ്റ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്തല്ലോ. പക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മളെ മനസ്സുകൊണ്ട് ചെയ്യുമ്പോഴാണ് മരണശേഷം നമ്മുടെ ആത്മാവ് ഈ അവസ്ഥയിൽ കിടന്ന് അലയും ഓടെയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇതേപോലെ തന്നെ വിഗ്, അതായത് മുടി അങ്ങോട്ടും ഇങ്ങോട്ട് കൈമാറുന്ന പരിപാടി, ഇതിലൂടെ എല്ലാം ശരിക്കും പറഞ്ഞാൽ ഈ അലഞ്ഞു തിരിയുന്ന ആത്മാക്കൾക്ക് അവകാശം ഉണ്ട്, സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ഈ പറയുന്നത് പോലെ പ്രത്യേകം ശ്രദ്ധിക്കണം. മരണശേഷം അധികം ദിവസങ്ങൾ ഇവിടെ ഇല്ലാതെ എത്രയും പെട്ടെന്ന് മറ്റ് ഡയമെൻഷനിലോട്ട് അല്ലെങ്കിൽ മറ്റ് അതിർശക്തികൾ കൊണ്ടുപോയ ആത്മാക്കളാണെങ്കിൽ പേടിക്കാനില്ല. പക്ഷെ നമുക്കിത് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ ദുർമരണപ്പെട്ട ആത്മാക്കളൊക്കെ ആയിരിക്കും. നമുക്ക് മുടിയൊക്കെ തന്നാൽ നമ്മൾ ഒരാളുടെ വിഗ് വെച്ചു, ഈ വിഗ് വെച്ച് നടന്ന് കുറച്ചുനാൾ നടന്നു പോകും, കുഴപ്പമൊന്നും കാണില്ല. അതേ സമയത്തായിരിക്കും ഈ വിഗിന് വേണ്ടി മുടി നൽകിയ വ്യക്തി ചിലപ്പോൾ എവിടെയെങ്കിലും ആരെങ്കിലും കൈകൊണ്ട് കൊലപ്പെടുകയോ ദുർമരണപ്പെടുകയോ ചെയ്യുന്നത്. ഭയങ്കരമായ ദേഷ്യത്തിലും പ്രതികാരദാഹിയായിട്ടൊക്കെ ആയിരിക്കും ആ വ്യക്തി മരണപ്പെടുന്നത്. ആ ആത്മാവ് അങ്ങനെ ആയിരിക്കും നിൽക്കുന്നത്. ആ സമയത്തായിരിക്കും ആ വ്യക്തിയുടെ മുടികൾ പല വ്യക്തികളിലും ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ അവരുടെ എല്ലാം ഈ വ്യക്തി സ്വാധീനിക്കും. പല രീതിയിലും ശല്യം ചെയ്തിരിക്കും, പ്രതികാരം ചെയ്തിരിക്കും. മെയിനായിട്ട് ഈ അസൂയയൊക്കെ കാണാം. ഒട്ടും ആത്മവളർച്ച ഇല്ലാത്ത ആത്മാവാണെങ്കിൽ എനിക്ക് ഗതി വന്നല്ലോ എന്ന് വിചാരിച്ച് സുഖിച്ച് നിൽക്കുന്ന മറ്റു വ്യക്തികളെയൊക്കെ നശിപ്പിക്കാനുള്ള ടെൻഡൻസി കാണും. കാരണം നെഗറ്റീവാണ്, ആത്മാ നെഗറ്റീവായി പോകും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒക്കെ ദോഷം തന്നെയാണ് വരുന്നത്. നമുക്കത് അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ വെറുതെ റിസ്ക് എടുക്കണ്ട എന്ന് പറയുന്നത്. കാരണം ഈ വിഗിന്റെ ഉടമസ്ഥ മരിച്ച ആളാണോ, ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ, ഇനിയിപ്പോ നമ്മൾ വിഗ് വെച്ചതിന് ശേഷം കുറച്ചാൾ കഴിഞ്ഞിട്ട് മരണപ്പെട്ടു എന്നും നമുക്ക് അറിഞ്ഞൂടാ. പിന്നെ ഈ ശരീരമൊക്കെ മെഡിക്കൽ കോളേജിൽ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് ദാനം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് ശരിയാണോ, അതിന്റെ പിന്നിൽ എന്താണെന്നൊരു സംശയമുണ്ട്. നമ്മളങ്ങനെ ദാനം ചെയ്യുന്നത് രണ്ട് രീതിയിൽ ദാനം ചെയ്യും. ഒന്ന്, ഞാൻ മരണശേഷം എന്റെ ശരീരം എന്തോ ആയിക്കൊണ്ട് പോട്ടെ, ആരോ എന്തോ ചെയ്യട്ടെ, എനിക്ക് ദൈവത്തിന്റെ അടുത്ത് പോയാൽ മതി എന്ന് ആഗ്രഹിച്ച് ആ ദൈവവുമായി ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടായി ആ ഒരു ലെവലിൽ വളർന്നു വന്ന് ഒരു ആത്മീയനായി നിന്നിട്ട് ഇനി ആ ശരീരം ദാനം ചെയ്യാം എന്ന് ആത്മാവിലൂടെ ഇൻഫർമേഷൻ കിട്ടി ദാനം ചെയ്താൽ അവിടെ തെറ്റില്ല. ആ ആത്മാവ് ശരിക്കും ദൈവത്തിലോട്ട് തന്നെ പോകും. ആ നമ്മളെ പോസിറ്റീവ് അല്ലെങ്കിൽ പോകേണ്ടിടത്തോട്ട് മോക്ഷം ലഭിച്ച് പോകും. ഇനി അതേസമയം ഇതെന്തോ വലിയൊരു സംഭവം ചെയ്യണതാണ്, ഞാൻ അങ്ങനെ പുണ്യപ്രവൃത്തി ചെയ്യുന്നു, എന്റെ ശരീരം മരണശേഷം പലർക്കും ഉപയോഗം വരട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒരു ആത്മീയ വളർച്ചയും ഇല്ലാതെ ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചൊന്നും അധികം അറിവില്ലാതെ നമ്മൾ ശരീരം ദാനം ചെയ്താൽ മരണശേഷമേ മനസ്സിലാവുള്ളൂ പറ്റിയ മണ്ടത്തരം എന്തായിരുന്നു എന്നുള്ളത്. പിന്നെ അലഞ്ഞു തിരിയേണ്ടി വരും, പല പല കഷ്ടങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും. പിന്നെ ഒരു ചോദ്യം എനിക്ക് വന്നത്, ഈ യൂട്യൂബിലൊക്കെ ബ്ലോഗർമാർ ഇഷ്ടംപോലെ ഉണ്ട്, ഒരുപാട് രീതിയിൽ പണം ഉണ്ടാക്കുന്നുണ്ട്, ഭയങ്കരമായി കോടിക്കണക്കിന് രൂപ വരെ സമ്പാദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ 2020 ഈ ഒരു കാലഘട്ടത്തിന് ശേഷമാണല്ലോ യൂട്യൂബിലൂടെയും ഇങ്ങനെയുള്ള ഫേസ്ബുക്കിലൂടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ പണം സമ്പാദിക്കുകയും സുഖം അനുഭവിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ 2012 മുതലൊക്കെ ദൈവം നശീകരണവും ശിക്ഷയും പഠിപ്പിക്കലും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് ഇഷ്ടംപോലെ പണം സമ്പാദിക്കുകയും ഉയരുകയും ചെയ്യുന്നുണ്ടല്ലോ എന്നൊരു ചോദ്യമുണ്ട്. ദൈവം ന്യായവിധിയുടെ കാലഘട്ടമാണ് തുടങ്ങിയത്, ന്യായമായ വിധിയുടെ കാലഘട്ടം. അതിൽ ശിക്ഷിക്കേണ്ടവർക്ക് ശിക്ഷ, രക്ഷ കൊടുക്കേണ്ടവർക്ക് അല്ലെങ്കിൽ ഉയർച്ച കൊടുക്കേണ്ടവർക്ക് ഉയർച്ചകൾ. അപ്പൊ ശിക്ഷിക്കേണ്ടവരാരാണ്? ആത്മീയമായ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ആത്മീയ വളർച്ച നേടിയ ആത്മാക്കൾ വഴിതെറ്റി പോകുമ്പോഴാണ് അവരെ ശിക്ഷിക്കുക, അല്ലെ ശിക്ഷിച്ച് നന്നാക്കൽ. ആത്മീയ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ദൈവത്തിന്റെ ആളായിട്ട് നിന്നുകൊണ്ട് പാവപ്പെട്ട പൊതുജനങ്ങളെ അല്ലെങ്കിൽ മനുഷ്യരെ പറ്റിച്ച് സുഖിച്ച് ജീവിക്കുന്നവർക്ക് കടുത്ത ശിക്ഷയും നശീകരണവും. എന്നാൽ ആത്മീയമായി ഒട്ടും വളർച്ചയില്ല, അറിവില്ല, ദൈവികമായിട്ടുള്ള യാതൊരു കമ്മ്യൂണിക്കേഷനോ കണക്ഷനോ ഇല്ല, ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കി വെച്ച് നിൽക്കുന്നവർക്കൊക്കെ ഈ കാലഘട്ടത്ത് അതിഭയങ്കരമായ ഉയർച്ച കൊടുക്കും. കാരണം ഉയർച്ച മാത്രമല്ല അവിടെ നടക്കുന്നത്, അവരുടെ ആത്മാവിന് ആഗ്രഹ പൂർത്തീകരണമാണ് നടത്തുന്നത്. ഒരുപാട് പേർക്ക് അഭിനയിക്കാൻ ആഗ്രഹം കാണും, ഇവർക്കൊക്കെ സിനിമയിലോ പോയി ശോഭിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഈ കാലഘട്ടത്ത് ഇനി അധികം നാളുകളില്ലല്ലോ, കാലഘട്ടം മാറി തീർന്നു. അപ്പൊ എത്രയും പെട്ടെന്ന് ഉള്ളവർക്ക് ഉള്ള ആത്മാക്കളുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിച്ച് അവരെ ഇനി എത്രയും പെട്ടെന്ന് അടുത്ത ജന്മം കൊടുത്ത് പെട്ടെന്ന് മോക്ഷത്തിലേക്ക് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. കാര്യം 350 വർഷം കഴിയുമ്പോൾ സത്യയുഗം പൂർണ്ണമായി ഇവിടെ വന്നിരിക്കും, പറയണം.
അപ്പൊ അതിനു മുന്നമേ അല്പമേ ഇനി അവർക്ക് സമയങ്ങളുള്ളൂ. അപ്പൊ ഉള്ള സമയത്ത് മാക്സിമം ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് ദൈവം തന്നെയാണ് ഇങ്ങനെയുള്ള വഴികൾ തുറന്നു വച്ചിരിക്കുന്നത്. പക്ഷേ ഇതിലൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഈ വഴികളിലൂടെയെല്ലാം ഇവർ ആഗ്രഹം പൂർത്തീകരിക്കുമ്പോൾ അവിടെ ഇവർ തെറ്റായ രീതിയിലും അത് പൂർത്തീകരിക്കുന്നുണ്ട്, നേരായ രീതിയിലും പൂർത്തീകരിക്കുന്നുണ്ട്. ഇപ്പൊ ഒരാള് എനിക്കറിയാന്നുള്ള ഒന്ന് രണ്ട് ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം പാചകമൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ആഹാരം ഉണ്ടാക്കി നല്ല രീതിയിൽ പണം ഉണ്ടാക്കുന്നവരുണ്ട്, യാത്രകൾ ചെയ്ത് നമ്മളെ കാണിച്ച് പണം ഉണ്ടാക്കുന്നവരുണ്ട്, ശരീരത്തിന്റെ പല ഭാഗങ്ങളും ഭാര്യ ഭർത്താവ് തമ്മിലുള്ള രഹസ്യ ഇടപാടുകളും ഒക്കെ ബെഡ്റൂമിൽ നടത്തുന്ന കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ തൊട്ടും കാണിച്ചുമൊക്കെ പണം ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പൊ ഇതിൽ നിങ്ങൾ തന്നെ തീരുമാനിക്കുക, ഇവരുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ദൈവം ഒരു വഴി തുറന്നു കൊടുത്തപ്പോൾ അത് ദുർവിനിയോഗം ചെയ്ത് പൂർത്തീകരിക്കുന്നവർ ആരൊക്കെയാണ്, നേരായ വണ്ണം പൂർത്തീകരിക്കുന്നവർ ആരൊക്കെയാണെന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കിയാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. രണ്ടായാലും ആഗ്രഹം സാധിച്ചു കൊടുക്കും. ഇപ്പൊ നമ്മളും അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മൾ മക്കൾക്ക് ആഗ്രഹം സാധിച്ചു കൊടുക്കും. പക്ഷെ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കുമ്പോൾ അതിലൂടെ ഉടായ്പ കാണിച്ച രണ്ടടിയും കൂടെ കൊടുക്കൂലേ? അതുപോലെ ഇതിലൂടെ വേലത്തരം കാണിക്കുന്നവർക്ക് അതിൻ്റെതായ ശിക്ഷയും കാര്യങ്ങളൊക്കെ മറ്റൊരു ഡയമെൻഷനിൽ വരും. അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി അടുത്ത ജന്മം കൊടുക്കുകയുള്ളൂ. ചിലപ്പോൾ ഈ ജന്മത്തിൽ തന്നെ ഭൂമിയിലിട്ട് തന്നെ ശിക്ഷിച്ച് ഇവരെയൊക്കെ പഠിപ്പിക്കുകയും ചെയ്യും. പക്ഷെ ആഗ്രഹം ഒരു സൈഡിൽ പൂർത്തീകരിക്കും. കാരണം ഇതില്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ എനിക്ക് ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ എന്നും പറഞ്ഞ് ഇതിന് വേണ്ടി മാത്രം അടുത്ത ജന്മം എടുക്കേണ്ടി വരും. മറ്റേ ഈ ജന്മത്തിൽ തന്നെ മാക്സിമം ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ചെയ്തു കൂട്ടിയതിന്റെ ശിക്ഷ മാത്രം തീർത്തിട്ട് അടുത്ത ജന്മം കൊടുത്താൽ പോരെ? ഈ ആഗ്രഹങ്ങൾക്ക് വേണ്ടി അനേക ജന്മങ്ങൾ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം.